ആവർത്തന പുസ്തകം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിക്കുവിൻ, നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. പരദേശി എന്ന പദത്തിന് പല അർത്ഥങ്ങൾ ഉണ്ട്. സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്ത് പോയി പാർക്കുന്ന ആൾ എന്ന അർത്ഥം കാണാൻ കഴിയും. സ്വന്തം സ്ഥലമില്ലാതിരിക്കുന്ന ആൾ എന്നുള്ള അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ദേശത്ത് വാസം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥവും കാണാൻ കഴിയും. നമ്മൾ ഒരു നിലയിൽ പരദേശികളാണ്. ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ്, നിങ്ങൾ പരദേശിയെ സ്നേഹിക്കണം, കാരണം നിങ്ങളും കുറേ നാൾ, ഏകദേശം 400 വർഷത്തോളം അടിമയാകുകയും 430ഓളം വർഷങ്ങൾ മിസ്രയീം ദേശത്ത് പരദേശികളായി ഇരിക്കുകയും ചെയ്തതാണ്. പിതാക്കന്മാർ പരദേശികളായ സമയത്ത് അവർ നേരിട്ട ദുരിതങ്ങളും ദുഃഖങ്ങളും എത്രമാത്രമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് പരദേശിയെ സ്നേഹിക്കണം. ഭവനമില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, ശമ്പളമില്ലാത്തവരെ, കളറില്ലാത്തവരെയൊക്കെ നിഷേധിക്കുന്ന ആളുകളോട് ദൈവത്തിന് പറയാനുള്ളത്, പണ്ടും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഈ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നുപോയവരായിരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിച്ചതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം.